നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. KJ മാക്സ് MLAയുടെ നേതൃത്വത്തിൽ തകർന്ന ചീനവലയ്ക്ക് ആവശ്യമായ വലകൾ വിതരണം ചെയ്തു. ഫോർട്ട് കൊച്ചിയിലെ ചീനവല നവീകരണത്തിന്റെ ഭാഗമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതിയോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലെ 11 ചീനവലകൾക്ക് ആവശ്യമായ വലകൾ നൽകി. ചീനവല ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ചീനവല നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ടൂറിസം വകുപ്പാണ് ഇതിന്റെ ഫണ്ട് ചെലവഴിക്കുന്നത്. ചീനവല നവീകരണം നടത്തുവാൻ ചീനവല തൊഴിലാളികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ചീനവല ഉടമകളെയും ടൂറിസം വകുപ്പും സംയുക്തമായി സൊസൈറ്റി രൂപീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 11 ചീനവലകൾക്ക് ആവശ്യമായ വലകളുടെ കൈമാറ്റം ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ KJ മാക്സ് MLA നിർവഹിച്ചു. ചീനവല ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. ചീനവല ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി തോമസ് കെന്നഡി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ G. ശ്രീകുമാർ ചടങ്ങിൽ സംബന്ധിച്ചു. ചീനവലയിലേക്കുള്ള വലകൾ സ്ഥാപിക്കുന്നതിനുള്ള കൂലിയും ടൂറിസം വകുപ്പ് തന്നെയാണ് നൽകുന്നത്. ചീനവല നവീകരണം താമസിച്ചതിന് കാരണം ആവശ്യമായ തടികൾ ലഭ്യമാകാതിരുന്നതാണെന്നും KJ മാക്സ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിലെ മുഴുവൻ ചീനവലകളും നവീകരിച്ച് നിലനിർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചീനവലകളാണ്. ലോകത്ത് പോയാലും കൊച്ചി കാണിക്കുമ്പോൾ ചീനവലയാണ് അതിന്റെ എംബ്ലമായി മാറുന്നത്. വർഷങ്ങളായി നൂറ്റാണ്ടുകളായി വിദേശാധിപത്യ കാലം മുതൽ ഫോർട്ട് കൊച്ചിയിൽ ചീനവലകളുണ്ട്. ആ ചീനവലകൾ പല സാഹചര്യത്തിലും നഷ്ടപ്പെടുകയും നശിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഫോർട്ട് കൊച്ചിയിലുള്ള 11 ചീനവലകൾ നവീകരിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കുന്നത്. ഈ ചീനവലകൾ നമ്മൾ ഇങ്ങനെ ടെൻഡർ ചെയ്ത് കൊടുത്ത് ചെയ്ത വർക്കല്ലത്. ഈ ചീനവല വലിക്കുന്നവർക്ക് തന്നെയാണ് ഈ ചീനവല പണിയാനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വർക്ക് ചീനവല അസോസിയേഷന്റെ ഭാരവാഹികളും ചീനവല തൊഴിലാളികളും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ പണി ആരംഭിക്കുന്നത്. പണി അല്പം വൈദ്യുതി എന്ന് പറയുന്നത് ഈ തേക്ക് കിട്ടാനുള്ള ഒരു താമസമായിരുന്നു. ഫോറസ്റ്റിന്റെ തേക്കാണ് ഇതിനെ ആവശ്യമായി കിട്ടിയിട്ടുള്ളത്. ആവശ്യമായ വലകള് നമ്മുടെ മത്സ്യബന്ധത്തിന്റെ നെറ്റ് ഫാക്ടറിയിൽ നിന്നാണ് ആവശ്യമായ വലകൾ ഇറങ്ങിയത്. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഇതിപ്പോ നമ്മൾ ഉപയോഗിച്ച് ഇവർക്ക് വലകൾ കൈമാറുകയാണ്. വലകൾ കൈമാറി കഴിഞ്ഞാൽ ഇവിടെ സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ലേബറും നമ്മളിതിനെ കൊടുക്കുകയാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചി സുന്ദരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏറെ സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവരെയും മാക്സി MLA ഇവിടെ വന്നതിന് ശേഷം ആണ് ഈ ചീനവല നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഇതിനു വേണ്ട തടി നമുക്ക് തേക്കും തടി കിട്ടിക്കഴിഞ്ഞു. ഇപ്പം ചീനവലയും വല നെറ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി അത് നമ്മൾ പണിയുകയാണെങ്കിൽ അതിൻ്റെ പൈസ ടൂറിസം വഴി നമുക്ക് തരും എന്നുള്ളതാണ് ഓഫർ. നമ്മൾ കാശെടുത്ത് പണിയണം. പണിതതിന് ശേഷം നമ്മൾ ബില്ലുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ പൈസ ടൂറിസത്തിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. അതിൽ യാതൊരു സംശയമില്ല. ഈ സർക്കാർ വന്നതിന് ശേഷമാണ്, പറയാതിരിക്കാൻ വയ്യ, ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് ചീനവലയോട് ശ്രദ്ധിച്ചതും ചീനവലയ്ക്ക് വേണ്ടി വളരെയധികം ഞങ്ങൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അടുത്തായിട്ടുള്ള മന്ത്രിയെ കണ്ട് വേണ്ട സംഗതികൾ. ഇന്ന് തേക്കും തടിയൊന്നും കിട്ടാത്ത കാലഘട്ടമാണ്. ഒരിടത്തുനിന്നും ചീനവലയ്ക്ക് യോഗ്യമായ തടി കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. ആ തടികൾ ഫോറസ്റ്റിൽ നമ്മുടെ ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.